ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നേരെ എൻ്റെ ഫോണിൽ തീരെ സ്പേസ് ഇല്ല ഗൈസ്. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ വീഡിയോസ് എല്ലാ വ്ളോഗുകളും എനിക്ക് എന്തായാലും അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിന്നൊരു അൺബോക്സിങ് വീഡിയോ ചെയ്താലോ? എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ. അതിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പം കുറച്ച് ലേറ്റായിട്ട് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യുള്ളൂ, കാരണം എൻ്റെ ഫോണിൽ കുറേ വീഡിയോസ് ഉണ്ട്. അതെല്ലാം എനിക്കൊന്ന് വാഷ് ഔട്ട് ചെയ്യണം. അതിന് ശേഷം മാത്രമായിരിക്കും എനിക്ക് ഈ ഒരു വീഡിയോ ഇതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവുക. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ഒരു അൺബോക്സ് വീഡിയോയിലേക്ക് പോവാം. അല്ലേ ബേബി? ഓക്കെ. അപ്പം എനിക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടും അതേപോലെ ഇപ്പവും ആണ് എനിക്ക് ഗിഫ്റ്റ് കൊടുത്തു വിട്ടത്. അപ്പം ബർത്ത്ഡേ കേക്കിൻ്റെയും ഫ്ലവറും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടെ ഞാൻ ഈ വീഡിയോ അറ്റാച്ച് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാന്നുണ്ടെങ്കിൽ ഇത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അൺബോക്സിങ് ചെയ്ത് നോക്കാം. ഞാൻ ഓൾറെഡി നോക്കിയിട്ടുണ്ട് ഇത് എന്തൊക്കെയാണെന്നുള്ളത്. ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എന്തായാലും പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ടിക്ക് കൊടുത്തിട്ടൊരു സാധനമാണ്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഈ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സെല്ലോ ടേപ്പ് ഇട്ട് വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കാം. എന്തായാലും ഇതിൻ്റെ അവരുണ്ടാക്കിയപ്പോൾ ഉള്ള ആ ഒരു ലുക്ക്, ഇത് വീണ് പോകുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു ലുക്ക് ഞാനിവിടെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിരിക്കാം. എന്തായാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാട്ടെ ഗൈസ്. സൂട്ട് കേസ് നിറയെ എന്താണാവോ സാധനം. ചോക്ലേറ്റ് ആണെങ്കിൽ ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ അധികം ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാറില്ല. കുറച്ച് ഐറ്റംസ് ചോക്ലേറ്റ്സ് മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. ബാക്കി കുട്ടികൾക്ക് വിതരണം ചെയ്യും എന്തായാലും ചോക്ലേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ആസ് എക്സ്പെക്റ്റഡ് ഇറ്റ്സ് ഫുൾ ഓഫ് ചോക്ലേറ്റ്. എന്തായാലും ഇത് സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് അതെല്ലാം പല വഴിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന ഐറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കിറ്റ്കാറ്റ് ഉണ്ട് ഇതിനകത്ത്. കിറ്റ്കാറ്റ് എന്നാണ് അവൾ പറയാൻ ഉദ്ദേശിച്ചത്. പിന്നെ കുറച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഉണ്ട്. വാവയ്ക്ക് കിറ്റ്കാറ്റ് വേണോ? മോയ്സ്ചറൈസിങ് ക്രീം ഉണ്ട്, അതേപോലെ ഒരു സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ക്രീമും. പിന്നെ ഇതെന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല. ഇത് ലോങ് ലാസ്റ്റിംഗ് ലിപ്സ്റ്റിക്. ഓക്കെ, ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. വാവയ്ക്ക് ചോക്ലേറ്റ് വേണോ? കുറേ കിറ്റ്കാറ്റ് ഉണ്ട് കേട്ടോ. കിറ്റ്കാറ്റ് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് എന്ന് പറയുന്നുണ്ട്. കിറ്റ്കാറ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു കിറ്റ്കാറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഒരു 3 ആൾക്കാരെ 3 പ്രൊഫൈൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു കമൻറ്റ് നിങ്ങൾ ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുക. ഐ വോണ്ട് ടു വിൻ എന്ന് പറയുന്ന കമൻറ്റ് ആയിരിക്കണം നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ.ഡിയിൽ നിങ്ങൾ ഫോർവേഡ് ചെയ്ത് തരാം. കുറേ അധികം ചോക്ലേറ്റ്സ് ഉണ്ട് എൻ്റെ അടുത്ത്. ഇത് മാത്രമൊന്നും അല്ല കേട്ടോ, അത് ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. ഗീവ് അവയുടെ ഗിഫ്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അപ്പം കുറേ ചോക്ലേറ്റ്സ് ആയിരിക്കും എന്തായാലും ഞാൻ ഫസ്റ്റായിട്ട് നിങ്ങൾക്ക് ഗീവ് അവേ ആയിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അപ്പോൾ എന്തായാലും എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറേ ചോക്ലേറ്റ്സും ഈ ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ്. എന്താണ് വാവേ? എൻ്റെ വാവയ്ക്ക് ചോക്ലേറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഒരു മഞ്ചിൻ്റെ പാക്കറ്റും ഉണ്ട്. അതൊക്കെയാണ് ഈ ഒരു സൂട്ട്കേസിലുള്ളത്. വാവയ്ക്ക് വേണം ചോക്ലേറ്റ്. ഓക്കെ, അമ്മ പൊട്ടിച്ചു തരാം കേട്ടോ. വാ, ഫസ്റ്റ് ബൈറ്റ് ഹെസമോൾക്ക് മിൽക്കി ബാർ ആണ്. മിൽക്കി ബാർ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ. വാവതും പിടിച്ചുകൂടെ ഇരുന്ന ഉണ്ട്. അപ്പോൾ പിന്നെ ഇതിനകത്തുണ്ടായിരുന്ന ഈ ഒരു സാധനമാണ്. എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യിപ്പിച്ചായിരിക്കും എനിക്ക് തോന്നുന്നു. ഐ ആം ഹിസ് പൂക്കി. പൂക്കി നിറച്ചും പൂക്കി ഇട്ടിച്ചിട്ടുണ്ട് അല്ലേ ബേബി? നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പം ഞാൻ വേഗം ഈ വീഡിയോ ചെയ്യാനുള്ള വേറൊരു കാരണം കൂടിയുണ്ട്. ഞങ്ങൾ ജസ്റ്റ് ഇന്ന് പുറത്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിലല്ല എന്തായാലും ഞാൻ പുറത്ത് പോകുന്നത്. ഇത് ഉമ്മ ആക്ച്വലി നിശ്വാക്ക് കൊടുത്ത ഡ്രസ്സാണ്. ഈ ഡ്രസ്സ്
എന്തായാലും നെഷ്വാക്ക് ചേരാത്തത് കൊണ്ട് ഞാൻ തന്നെ ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ട്. നെഷ്വ, നീ ഇത് കാണുമെന്ന് നീ എന്നെ പണി കേട്ടത്. ഓക്കേ. ഓ വാവ്, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. താങ്ക്സ് ഫോർ ബീയിങ് യു ആൻഡ് ഫോർ ബീയിങ് മൈ. ഹാപ്പി ബർത്ത്ഡേ അച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. ഹെസ് ബേബി എന്നെ ഇപ്പം അച്ചു എന്നാണ് കേട്ടോ ഗൈസ് വിളിക്കുന്നത്. നല്ല ഭംഗിയല്ലേ വാവി? ഇത് നോക്ക്, പപ്പ എവിടെ? പപ്പ, ഹെസ് ബേബി, മമ്മ. ഞങ്ങളുടെ കുറച്ച് നല്ല ഫോട്ടോസാണ് ഇതിനകത്തേക്ക് ഈ ഒരു പൂക്കി ആക്കിയിട്ട് തന്നു വെച്ചിട്ടുള്ളത്. എന്തായാലും ഇനി നമുക്ക് ഒരു ബോക്സും കൂടി ഉണ്ട് അൺബോക്സ് ചെയ്യാൻ. ഈ ഒരു ബോക്സ് ഇത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് എനിക്ക് കൊടുത്തു വിട്ടതാണ്, ജന്ന. അവൾക്ക് വേറെ ഒരു തൊഴിലുണ്ട് കേട്ടോ. അവളിപ്പോൾ നാട്ടിലുള്ളത്. എന്തായാലും അവൾക്ക് വന്ന് തരാൻ പറ്റിയിട്ടുണ്ടായില്ല ഗിഫ്റ്റ്. അപ്പോൾ അവൾ എനിക്ക് കൊടുത്തു വിട്ടിട്ടുള്ള ഗിഫ്റ്റാണ്. ഓ ഗോഡ്, പിന്നെയും ചോക്ലേറ്റ് ഗൈസ്, പിന്നെയും ചോക്ലേറ്റ്സ്. എനിക്കൊരു ലോഡ് ചോക്ലേറ്റ്സ്. എന്നെ എല്ലാവരും കൂടി ഈ ചോക്ലേറ്റ്സ് തന്നെ കൊല്ലുന്ന എന്തിനാണ് അല്ലേ ഹെസമോളെ? നമുക്ക് ഏതായാലും ഇത് മാറ്റി വെക്കാം. താങ്ക് യു സോ മച്ച് ജന്ന. അതിനകത്ത് എന്തോ ഒരു സാധനം കൂടി ഞാൻ കാണുന്നുണ്ട്. ഹെസ് ബേബി ചോദിക്കുന്നത് എന്താണെന്നറിയോ? ഹെസ് ബേബിക്ക് മിൽക്കി ബാർ പകുതി കൂടുതൽ ഞാനാണ് ഇട്ടക്കുന്നത്. അപ്പം അത് മതിയായിട്ടില്ല. സി ഷീസ് ആസ്കിങ് ഫോർ മോർ ചോക്ലേറ്റ് ഇക്കോ. അപ്പോൾ ഹെസ് ബേബിക്ക് ഞാൻ അങ്ങനെ ചോക്ലേറ്റ് കൊടുക്കാറില്ല. പിന്നെ നമുക്ക് ഈ വീഡിയോ ചെയ്ത് തീർക്കണമല്ലോ. അപ്പം അതിന് വേണ്ടി മാത്രം. അവൾക്കൊക്കെ മനസ്സിലാവും കേട്ടോ ഞാൻ പറയുന്നൊക്കെ. ഓ വാവ്, ഇറ്റ്സ് ചോക്ലേറ്റ്. ഓക്കെ, എന്തോ ഒരു വെയിറ്റുള്ള സാധനമാണോ? ജന ഡ്രസ്സൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഇതാണ് എനിക്ക് വേണ്ടത്. ഇതിലും പൂക്കിയാണ് കേട്ടോ. ഡിയർ ഷാക്സ്, ഐ മിസ് യു ലോട്ടയുടെ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട്. ഓക്കെ, യു വാണ്ട് ചോക്ലേറ്റ്. അവള് ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കൊരു വിഷിംഗ് കാർഡ് ഉണ്ട്. ഇത് ആക്ച്വലി ഒരു ഡ്രസ്സാണ് എന്നുള്ളത്. ഹാപ്പി ബർത്ത്ഡേ വാവി. ഓക്കെ, ഐ വിൽ ഗിവ് യു. യു ഫിനിഷ് ഈറ്റിംഗ് ഫസ്റ്റ്. ആദ്യം വായിൽ കിടക്കുന്നത് കഴിച്ചു തീർക്കോ, ഞാൻ അടുത്തത് തരാം ഹെസമോൾക്ക്. ഇത് ദുപ്പട്ടയാണ് ഗൈസ്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇപ്പം എനിക്ക് ഇട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല, എന്തായാലും എനിക്ക് പുറത്ത് പോകാനുള്ളതുകൊണ്ട്. അപ്പം ഇത് ഞാൻ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ ഷോർട്ട്സ് ആയിട്ടായിരിക്കുമോ വരിക എന്നൊന്നും എനിക്കറിയില്ല. കഴിച്ചു കഴിഞ്ഞു. ഹെസ ബേബിക്ക് പിന്നെയും വേണം. ഷി വാണ്ട് മോർ ചോക്ലേറ്റ്. ഓക്കെ, മോർ ചോക്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ആ ഒരു ഡ്രസ്സ്. നല്ല വർക്കൊക്കെ ഉണ്ട് കേട്ടോ, നല്ല കളറാണ്. ഐ ലവ്ഡ് ഇറ്റ് ജന്ന, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊരു ഷറാറയാണ് അല്ല ഗൈസ്, ഷറാറയല്ല, സ്കേർട്ട്. ഇതിനെന്താ പറയുന്നത്, അനാർക്കലി എന്നാണോടാ, എനിക്കറിയത്തില്ല. എന്തായാലും നല്ല രസമുണ്ട്, നല്ല കളർ കോമ്പിനേഷൻ. ഐ ലവ്ഡ് ഇറ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ്സ്. താങ്ക് യു സോ മച്ച് ഇക്കോ ആൻഡ് താങ്ക് യു സോ മച്ച് ജന്ന ഫോർ ദ ബർത്ത്ഡേ ഗിഫ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഉമ്മാൻ്റെ വക എന്തോ ഒരു സാധനം ഉണ്ട്, ഞാനത് പറയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്തോട്ട് എപ്പോഴും പറയുന്ന പോലെ ഷോർട്ട്സ് ആയിട്ട് ചെയ്യുമോ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ആ ഒരു ഗിഫ്റ്റ് ഇനി കുറച്ച് ദിവസം കൂടി കഴിയും എൻ്റെ കയ്യിൽ കിട്ടാനെന്ന് ഉമ്മ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഗൈസ്, ഉമ്മ ഓർഡർ ചെയ്ത സാധനം കുറച്ച് വൈകിയ വേളയിലാണെങ്കിൽ എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ തൽക്കാലം അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വന്ന ഉടനെ തന്നെ ഞാൻ ഓപ്പൺ ആക്കി നോക്കിയതിൻ്റെ ഒരു സീനാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ നന്നായിട്ട് പ്രിപ്പയർഡ് ആയിരുന്നില്ല. അപ്പം കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ഒരു ഫുൾ
റിവ്യൂ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ ഇട്ട് തന്നെ നിങ്ങളെ കാണിക്കേണ്ടി വരും. അത് ഇൻഷാല്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് റീൽസിലോ ഷോർട്സിലോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. തൽക്കാലം ഈ ഒരു സംഭവമാണ് എനിക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു ഗൗണും അതിൻ്റെ മേലെ വരുന്ന ഈ ഒരു ഷ്രഗ് ടൈപ്പ് ഹാഫ് ഷ്രഗാണ് കേട്ടോ. ഈ ഒരു ഹാഫ് ഷ്രഗുമാണ് അതിൻ്റെ മേലെ വരുന്നത്. ഈ ഒരു കളർ കോമ്പിനേഷൻ അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ഡാർക്ക് ആയിട്ടുള്ള ഗ്രീനും ഗോൾഡും ബ്ലാക്കും ഒക്കെ വരുന്ന ഒരു കോമ്പിനേഷനാണ്. എനിവേ എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ചൂടത്ത് ഇടാൻ പറ്റിയൊരു സംഭവം തന്നെയാണ്. കാരണം ഒട്ടും ഹെവി അല്ല, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവിങ് മീ. Thank you so much for watching my videos, guys. See you in next video. Bye bye. Tata Padna. Tata. Bye. Okay guys, bye bye.